നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് ആ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ട് സംശയം ചോദിച്ചോട്ടെ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെട്ടെന്നായിക്കോട്ടെ, ചോദിച്ചോട്ടെ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പിന്നെ 6ാമത്തെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ വജൂഹുണ്ട് എന്ന ഖുർആൻ സൂക്തം 2:115 ഏത് വിഷയത്തിലാണ് അവതരിച്ചത് എന്നാണ് ആ ചോദ്യം. അതില് അവര് നമുക്ക് തന്ന ആൻസറിൽ പറഞ്ഞിരിക്കുന്നത് കഅബയെ അഭിമുഖീകരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബുക്കിൽ കാണുന്നത് അങ്ങനെയല്ല. ബുക്കിൽ കാണുന്നത് 72ാമത്തെ പേജിൽ പറയുന്നത്, യാത്രയിൽ അവിടുന്ന് ഐച്ഛിക നമസ്കാരങ്ങൾ വിത്ര സ്വന്തം വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ട് അത് എങ്ങോട്ട് തിരിഞ്ഞുവോ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് കിഴക്കോ പടിഞ്ഞാറോ നമസ്കരിക്കും. താഴെ പറയുന്ന ഖുർആൻ സൂക്തം അവതരിച്ചത് ഈ വിഷയത്തിലാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ തെറ്റാണ്. കഅബയെ അഭിമുഖീകരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതന്നെയാണ് ആ പേജിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കി. കഅബയെ മുന്നിടൽ. കഅബയെ മുന്നിടുന്ന വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞത്. അതിൽ പറയുന്ന യാത്രയിൽ അവിടുന്ന് ഐച്ഛിക നമസ്കാരങ്ങളും വിത്ര സ്വന്തം വാഹനപ്പുറത്തിരുന്നു കൊണ്ട് അത് എങ്ങോട്ട് തിരിഞ്ഞുവോ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കും. താഴെ പറയുന്ന ഖുർആൻ സൂക്തം അവതരിച്ചത് ഈ വിഷയത്തിലാന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും യാത്രയുടെ നമസ്കാരത്തിനല്ല അത് അതിന്റെ ശരിയായ ഉത്തരം വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? പിന്നെ 1 നമസ്കാരത്തിന്റെ പ്രാധാന്യം, 2 യാത്രയിലെ നമസ്കാരം, 3 ഉളുവിന്റെ പ്രാധാന്യം, 4 കഅബയെ അഭിമുഖീകരിക്കുന്നത്. അതാണ് അവർ തന്ന ആൻസർ. പക്ഷെ ഈ ബുക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന യാത്ര നമസ്കാരത്തിനെ പറ്റിയാണ് ഈ ഖുർആൻ സൂക്തം ഇറങ്ങിയെന്നാ പറയുന്നത്. അല്ല, യാത്രയിലെ നമസ്കാരം എന്ന് പറഞ്ഞാല് യാത്രയിൽ എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതിന്റെ വിഷയമാണ്. അതെ. അല്ല, യാത്രയിലെ നമസ്കാരം എന്ന് പറഞ്ഞാല് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ തിരിയണം എന്നുള്ളതിന് ഉപരി അതിന്റെ ജനറൽ ഖസ്ദ് എന്നുള്ള വിഷയമാണ് വരിക. എന്നാൽ കഅബക്ക് മുന്നിടുക എന്ന വിഷയത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ആഴ്ച ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ യാത്രയിൽ നമസ്കാരം എന്നുള്ള മുഴുവൻ ഒരു കോമൺ വിഷയമാണ്. യാത്ര നമസ്കാരത്തിൽ അതൊരു അധ്യായമാണെങ്കിൽ അതിൽ ഒരുപാട് ഉപഅധ്യായങ്ങൾ വരും. അതിലൊന്നാണ് എങ്ങോട്ട് യാത്രയിൽ നിന്ന്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയത്തിലാണ് സൂക്തം അവതരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംശയം വന്നത്. പറയുന്നത് നമ്മള് ഏതിലേക്കാണ് അത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൺഫ്യൂഷൻ ആണ്. യഥാർത്ഥത്തിൽ അവിടെ ഈ ആയത്തിന്റെ വിഷയം പ്രതിപാദ്യ വിഷയം പറയുന്നത് കഅബയെ മുന്നിടുക എന്നുള്ളതാണ്. കഅബയിലേക്ക് യാത്രയിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ബ്രോഡായ യാത്രയിൽ തന്നെ എങ്ങോട്ട് തിരിയണം, മുന്നിടുക എന്നുള്ള വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും എന്നുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ? നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. എന്നാല് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് പോകാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പരീക്ഷനെ വിലയിരുത്തുക. അറ്റൻഡൻസ് കുറവായിരുന്നു എന്നുള്ളതിൽ ഒരു സങ്കടമുണ്ട്. കാരണം നമ്മൾ കുറെ ദിവസം ഇരുന്ന് തയ്യാറാക്കിയ ചോദ്യ പേപ്പറുകളും കുറെ ദിവസം പ്രസ്സിലൊക്കെ പോയിരുന്ന് DTP ഒക്കെ ചെയ്ത് നന്നായി പ്രിന്റ് ചെയ്ത് പരമാവധി തെറ്റുകൾ ഇല്ലാതെ അറബിയൊക്കെ നമ്മൾ തന്നെ പോയിരുന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്തൊരു സാധനമാണ്. പകുതി ആളുകളാണ് വന്നത്, പകുതി ആളുകൾ വന്നില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. എന്തായാലും കൊല്ലപ്പരീക്ഷയ്ക്ക് മുങ്ങരുത്. അരക്കൊല്ല പരീക്ഷയ്ക്ക് മുങ്ങിയാലും കൊല്ലപ്പരീക്ഷയ്ക്ക് മുങ്ങരുത് എന്നാണ് പറയുന്നത്. പരീക്ഷനെ പേടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പരീക്ഷ വന്ന ആളുകൾക്ക് മനസ്സിലായി കാണും അല്ലെ? പരീക്ഷ എഴുതിയ ആൾക്കാരൊന്ന് പറഞ്ഞേ ബാക്കിയുള്ളവരോട്.
എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പരീക്ഷയെ കുറിച്ച്? പരീക്ഷ വേണ്ട എന്നുള്ള അഭിപ്രായം? ഇല്ല, പരീക്ഷ വേണം. വളരെ നല്ല അഭിപ്രായമാണ്. കാരണം നമ്മൾ പ്രതീക്ഷമാരിയായിരുന്നു, നമ്മൾ വളരെ ടഫായിരിക്കും, എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അതിന് ഉത്തരം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഒന്ന് അഭിപ്രായം പറയാമോ? അസ്സലാമലൈക്കും. ഇസ്ലാം. പരീക്ഷ വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാനും പിന്നെ ഒന്ന് ആദ്യമായിട്ടൊക്കെ എഴുതുന്നവർക്ക് ഒന്ന് എഴുതി നോക്കാനൊക്കെ നല്ലതാണ്. അപ്പം എന്റെ അഭിപ്രായം പരീക്ഷ ഇനി വേണമെന്നാണ്. കാര്യം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യണമെങ്കിൽ പരീക്ഷ ആണല്ലോ പറ്റും. എങ്ങനെയാണ്, അല്ലാതെ നമുക്ക് നമ്മളെ പറ്റി ഒന്ന് വിലയിരുത്താൻ വേണ്ടി വേറെ ഒന്നും പറ്റത്തില്ലല്ലോ. അതെ അതെ, എപ്പോഴും ഒരു വിലയിരുത്തൽ എന്നുള്ളത് നല്ല കാര്യമാണ് അല്ലെ. വിലയിരുത്തൽ ഉണ്ടാവുമ്പോഴേ നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ഏതൊക്കെ ഭാഗം, അപ്പൊ നമ്മളൊക്കെ എത്ര കാലം വിചാരിച്ച് നമുക്കിതൊക്കെ അറിയാവുന്നതാണല്ലോ അല്ലെ. ഇപ്പം ഞാൻ പോലും പല കാര്യങ്ങളും ഇപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോഴേക്കാണ് നമുക്കൊരു ഐ ഓപ്പണിംഗ് എന്നൊക്കെ പറയില്ലേ. എപ്പോഴും നമ്മള് ണ്ടാവും. ഇപ്പൊ ഉമർ അലി തന്നെ നബി മരിച്ച വിഷയത്തില് പ്രശ്നം അത് തർക്കമുണ്ടായപ്പോ പറഞ്ഞതാണ്, ഈ ആയത്തൊക്കെ ഇപ്പൊ ഇറങ്ങിയത് പോലും എനിക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പം നബിന്റെ കൂടെ നിന്ന് ഖുറാന്റെ പ്രൈമറി ഓഡിയൻസ് ആയ അവർക്ക് പോലും ചില കാര്യങ്ങൾ പുതുമയും പുതുതായിട്ടൊക്കെ തോന്നിയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇതുണ്ടാവും. നമ്മൾ നമ്മളെ വിലയിരുത്തുന്ന ഘട്ടങ്ങൾ എന്തായാലും ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയുള്ളതാണ് പരീക്ഷ. നമ്മള് പഠിച്ചില്ലെങ്കിൽ ആരും ഒന്നും പോവാ, ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേൾക്കുക, നമ്മൾ ഉണ്ട് അതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാം. ശരി, അപ്പൊ ഇൻഷാ അല്ലാഹ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഞാൻ പരീക്ഷക്ക് പ്രത്യേകിച്ച് അധികം ഒന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ അൽഹംദുലില്ലാ പരീക്ഷ എഴുതിയിട്ട് 60 മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു. എങ്ങനെ വേണം പരീക്ഷകൾ, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് എഴുതണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നൊക്കെ പറയുമ്പോഴേ അല്ലെ, പരീക്ഷയൊക്കെ ഉണ്ടാവില്ലേ. ശരി, നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ? സമയം നമുക്ക് കുറച്ച് കുറവാണ്. അപ്പൊ ഇസ്തിആദയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ കയ്യിലുണ്ട് തോന്നുന്നു, കാരണം പുസ്തകത്തിന്റെ കൂടെ പോയാലേ നടക്കുള്ളൂ. സഹായത്തേട്ടം. അത് ഇസ്തിആന, അൽ ഇസ്തിആദ, അൽ ഇസ്തിഗാസ, അൽ ഇസ്തിആന, അങ്ങനെ കുറെ സാധനങ്ങൾ കാണാം. അതിലൊന്നാണ് അൽ ഇസ്തിആദ. ഇസ്തിഗാസ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇസ്തിഗാസ, തവസ്സുൽ ഇസ്തിഗാസ എന്ന് കേൾക്കാറുണ്ട്. ഇസ്തിഗാസ പറഞ്ഞാൽ സഹായത്തേട്ടാണ്, എന്ന് പറഞ്ഞാൽ സഹായത്തേട്ടാണ്. ഇവിടെ ഇസ്തിആദത്ത് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വലുതാക്കി മലയാളത്തിൽ അഭയം തേടൽ. അഭയം. എന്താണ് അതിന് നമ്മൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതാണ് എന്ത് അൽ ഇസ്തിആദ എന്ന് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിന്റെ പേരാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് തസ്ബീഹ് എന്ന് പറയില്ലേ. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എന്താ പറയാ? തക്ബീർ എന്ന് പറയും. പറഞ്ഞ പോലെ അഊദു ബില്ലാഹി മിനശ് പറഞ്ഞ പേരാണ് എന്ത്? പുസ്തകത്തിൽ ഇനി നമ്മൾ ഖുർആൻ പാരായണത്തിലേക്കാണ് പോകുന്നത്. അൽ ഖിറാ. ثم كان صلى الله عليه وسلم يستعيذ بالله تعالى فيقول. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം, ഏതിനു ശേഷം? നമ്മളെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം. അവിടുന്നാണ് നമ്മളെ പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലെ. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം നബി യസ്തഈദു ബില്ലാഹ്, ഇസ്തിആദത്ത് നടത്തുമായിരുന്നു അള്ളാഹുവിനോട്. ഫയഖൂൽ, എങ്ങനെ പറഞ്ഞുകൊണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം,
മിൻ ഹംസിഹി വ നഫ്ഖിഹി വ നഫ്സിഹി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പോവാണ്. ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് ഓതാൻ വേണ്ടി പോവാണ്. അപ്പം ഖുർആൻ ഓതുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നഹലിൽ കൊടുത്ത ആയത്ത് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ് മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടണം, അഭയം തേടണം, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുവാൻ പോവുകയാണെങ്കിൽ. അപ്പൊ ആ ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഖുർആൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാറുള്ളത്. അതിനെയാണ് ഇസ്തിആദ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറയുമായിരുന്നു? കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഫിസ്സലാ യഖുൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം വഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. ഇബ്നു മാജ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം വഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിട്ട് നമസ്കാരം ആരംഭിച്ചാൽ കുഴപ്പമില്ല. പിന്നെ വേറൊരു ഹദീസിൽ വേറെ രീതിയിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത സ്ലൈഡ് ഒന്ന് നോക്കിക്കേ. അതിന്റെ അടുത്തത് അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കും. അപ്പൊ അഊദു ബില്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു, അല്ലെ? ഇതിനു മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം എന്ന് വന്നതായിട്ടും കാണാൻ സാധിക്കും. പല പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ഒരാൾ ഓതുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അങ്ങനെയാണ് അധികം ആളുകളും ഓതാറുള്ളത്. പക്ഷെ ഒരാൾ ഇങ്ങനെ ഓതുന്ന കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഓതുന്നത് എന്ന് ഇനി നമ്മൾ പറയാൻ പാടില്ല. കാരണം ഇത് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതാണ് അൽബാനി ഒന്നാമതായി എടുത്തു കൊടുക്കുന്ന ഹദീസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. വകാന അഹ്യാനൻ, ചിലപ്പോൾ അദ്ദേഹം അധികരിപ്പിക്കും. യസീദു ഫീഹി ഫയഖൂൽ അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതാറുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നേരത്തെ കാണിച്ച അല്ലാഹുമ്മ ഇന്നി, ആ ഫോട്ടോ ഉള്ള സ്ലൈഡ് ഉണ്ടല്ലോ, ഇതിന് 2 സ്ലൈഡ് മുന്നത്തെ, ഇതിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറയുന്ന ഭാഗത്തിൽ അല്ലാഹുമ്മ ഇന്നി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഊദു ബില്ലാഹി എന്ന് പറയുന്നതിന് പകരം ബിക എന്ന് പറയുന്നത്, ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പാണ് പറഞ്ഞിരുന്നത് എന്ന രീതിയിലും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നമുക്കിപ്പോൾ പ്രായോഗികമായ ഒരു രീതി നമ്മൾ പാഠപുസ്തകത്തിൽ അവലംബിച്ചിട്ടുള്ളത്, നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്ന് ഓതി പോലാണ്. ഇനി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മാത്രം ഓതിയാലും മതിയാകുന്നതാണ്. എന്താണ് ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെ? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്, റജീമായ ശൈത്വാനിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ ഇസ്തിആദത്ത് നടത്തുന്നു, ശരണം തേടുന്നു എന്നുള്ളതാണ്. ശരി, എന്താണ് അതിന് താഴെ വന്ന 3 പുതിയ പദങ്ങൾ? അതിന്റെ അർത്ഥം എന്താണെന്നാണ് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഹമസ്, നഫ്ഖ്, നഫ്സ്. എന്താണ് മഅന എന്ന് പറഞ്ഞ അർത്ഥം? ഹംസ് എന്ന് പറഞ്ഞാല് ഭ്രാന്ത്. ഈ ഭ്രാന്ത് മൂത്ത് മരണപ്പെടുന്നതിനൊക്കെ ഹംസ് എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് 104 എന്ന് എഴുതിയിട്ട് ഹംസ്, ഭ്രാന്ത്. നഫ്ഖ്, നഫ്ഖ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. നഫ്സ് എന്ന് പറഞ്ഞാല് കവിത. ഈ 3 പദങ്ങൾക്ക് റിപ്പോർട്ടർമാരിൽ ഒരാൾ കൊടുത്തിട്ടുള്ള വിശദീകരണമാണിത്. ഹംസിനും നഫ്ഖിനും നഫ്സിനും ഹദീസിന്റെ റിപ്പോർട്ടർമാർ കൊടുത്തിട്ടുള്ള വിശദീകരണമാണിത്. മുർസലായ പ്രബലമായ പരമ്പരയോട് കൂടിയുള്ള ഒരു റിപ്പോർട്ടിൽ ഈ 3 അർത്ഥങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ മുർസലായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസുകൾ പല രീതിയിലുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുത്തവാത്തറായ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇതിലിപ്പോ മുർസലായ ഹദീസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ മുർസലായ ഹദീസ് എന്ന് പറഞ്ഞാല്? മർഫുവായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മർഫുവായ ഹദീസ് എന്ന് പറഞ്ഞാല്
സ്വഹാബി പറയാണ്, നേരിട്ട് സ്വഹാബി പറയാം, അതിനെ നമുക്ക് മർഫുആയ ഹദീസ് എന്ന് പറയും, അല്ലെ? ഇവിടെ മുർസലായ എന്ന് പറഞ്ഞാല് താബിഈ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന്. സ്വഹാബിയെ ഒഴിവാക്കിക്കൊണ്ട് താബിഈ നബിയിലേക്ക് ചേർത്തി പറയുന്ന ഹദീസാണ് മുർസൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉസൂലുൽ ഹദീസിൽ പെട്ട ചില സാങ്കേതിക പദങ്ങളാണ്. ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയും. അതിലിപ്പോ സഹീഹ്, ദഈഫ്, പിന്നെ ഹസൻ, ഹസൻ ലി ദാത്തിഹി, ഹസൻ ലി ഗൈരിഹി എന്നൊക്കെ പറയുന്ന കുറെ കാറ്റഗറി ഉണ്ടല്ലോ ഹദീസിന്. എന്ന പോലെ തന്നെ ഹദീസിന്റെ പിന്നെ റിപ്പോർട്ടിംഗ് രീതിയെ ബേസ് ചെയ്തുകൊണ്ട് പല മുസ്തലഹുകളുണ്ട്, പല പദങ്ങളുണ്ട്. അതിൽപ്പെട്ടാണ് മർഫൂ, മുർസല്, മുതവാത്തിർ എന്നൊക്കെ പറയുന്നത്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നബി മുതൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന, ബുഖാരി ആണെങ്കിൽ ബുഖാരി, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, ആരാണോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതുവരെ ഓരോ ശ്രേണിയിലും കുറെ ആളുകൾ ഉണ്ടാവുക. അങ്ങനെയാണ് മുത്തവാത്തിർ. ഖബർ അഹാദ് എന്നൊക്കെ പറയുന്നത് ഓരോ ശ്രേണിയിലും ഓരോ ആളുകൾ വീതം ഉണ്ടാകുക, അതിനാണ് ഖബർ അഹാദ് എന്ന് പറയുന്നത്. മർഫൂ എന്ന് പറഞ്ഞാൽ സ്വഹാബി നബിയിലേക്ക് ചേർത്തി പറയുന്നത്. മുർസൽ എന്ന് പറഞ്ഞാൽ താബിഈ നബിയിലേക്ക് ചേർത്തി പറയുന്നത്. താബി ഒരിക്കലും നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിയില്ല, സാങ്കേതികമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താണ്? താബിഈ എന്ന് പറഞ്ഞാൽ നബിനെ കണ്ട ആളല്ല. നബിനെ കണ്ടാൽ പിന്നെ അയാൾ എന്തായി? സ്വഹാബിയായി, അല്ലെ? റിദ്വാനുല്ലാഹി അലൈഹിം, എല്ലാവർക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, പ്രീതി ഉണ്ടാകട്ടെ. അപ്പൊ സ്വഹാബി നബിയിൽ നിന്ന് പറയാൻ സാധ്യതയുണ്ട്. താബിഈ അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം അത് ഹദീസ് മുർസലാണെന്നാണ്. അതിനർത്ഥം ഹദീസ് ലൈഫാണെന്നല്ല കേട്ടോ. താബിഈകൾക്ക് അങ്ങനെ പറയാനുള്ള പെർമിഷൻ ഉണ്ട്. ചില ഘട്ടങ്ങളിൽ അത്തരം ഹദീസുകൾ പ്രബലമാണെന്ന് ഹദീസിന്റെ വക്താക്കൾ, റിപ്പോർട്ടർമാർ, ഹദീസിൻ പഠനം നടത്തിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും വിശ്വസ്തരായ ആളുകളാണ്. അത്രയും പ്രബലമായ കാര്യങ്ങൾ നബി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ നബി പറഞ്ഞിട്ടുണ്ട്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പറയാറില്ലേ? എന്നതുപോലെ അവർ പറയുന്നതാണ്, അല്ലാതെ വ്യാജം പറയുന്നതല്ല. അപ്പം അവരുടെ പരമ്പരകൾ, അവരുടെ പശ്ചാത്തലങ്ങൾ, അവരുടെ പാരമ്പര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട്, അവരുടെ വാക്കുകളും പ്രവൃത്തികളും പരിശോധിച്ചുകൊണ്ട് അത് ഹദീസ് പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും പഠനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ ആ രീതിയിൽ നമുക്ക് പിന്നെ സ്വീകാര്യമായ ഹദീസുകളായി, മുർസലുകളായ ഹദീസുകളെ പരിഗണിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു മുർസലിന്റെ കഥയാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത്. ആ മുർസലായ ഹദീസ് അത് പ്രബലമാണ്. ആ പ്രബലമായ ഹദീസിൽ പരമ്പരയോടുകൂടിയുള്ള റിപ്പോർട്ടിൽ ഈ 3 അർത്ഥങ്ങളാണ് വന്നിട്ടുള്ളത്: ഹമസ്, നഫ്ഖ്, നഫ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് കൂടുതൽ അതിൽമേ നമ്മളിങ്ങനെ കെട്ടിമറിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. പിശാജ് ഉണ്ടാക്കുന്ന ഹംസ്, പിശാജ് ഉണ്ടാക്കുന്ന നഫ്ഖ്, പിശാജ് ഉണ്ടാക്കുന്ന നഫ്സ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് ശരണം തേടുകയാണ്. പിന്നെ കവിത എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുക്കപ്പെട്ട കവിതകളാണ്, അല്ലാതെ നല്ല കവിതകളല്ല. എന്തെന്നാൽ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിശ്ചയം ചില കവിതകളിൽ ജ്ഞാനമുണ്ട് എന്ന്. അപ്പൊ വിജ്ഞാനമുള്ള കവിതകളും ഉണ്ട്, അല്ലെ? എത്ര മനോഹരമായ കവിതകളുണ്ട് അറബിയിലൊക്കെ. പിന്നെ നമുക്കറിയാം ഇമാം ഷാഫിയൊക്കെ എഴുതിയ കവിതകൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കവിതകൾ, ഹസ്സാൻ ബിൻ സാബിത്തിന്റെ കവിതകൾ, അല്ലെ? ഷാഇറുർ റസൂൽ എന്നാണ് ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന സഹാബി അറിയപ്പെട്ടിരുന്നത്, പ്രവാചകന്റെ കവി, അല്ലെ? പിന്നെ കഅബ് ബിൻ സുബൈറിന്റെ കവിത ബാനത്ത് സുആദു എന്ന് പറയുന്ന വിഖ്യാതമായ കഅബ് ബിൻ സുബൈറിന്റെ കവിത. അപ്പം ആ കവിത പാടിയപ്പം നബി അദ്ദേഹത്തിന് ഒരു പുതപ്പ് സമ്മാനിക്കുന്നുണ്ട്. കാരണം നബിയെ അധിക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്തിരുന്ന ആളാണ് കഅബ്. അപ്പൊ അയാളെ കൊല്ലാനായിട്ട് ആളുകൾ തീരുമാനിച്ചിരുന്നു, അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രക്ക് ശല്യമാണ് അവനെ കൊണ്ട്. അപ്പം പ്രവാചകന്റെ അടുക്കൽ വരികയും പിന്നെ അദ്ദേഹം ഖേദമറിയിക്കുകയും ഞാൻ ഇനി അങ്ങനെ പാടില്ല എന്ന് പറയുകയും, എന്നിട്ട് പ്രവാചക സവിധത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രവാചകനോടുള്ള വിധേയത്വം വ്യക്തമാക്കുന്ന, ഇസ്ലാമിനോടുള്ള പ്രാമുഖ്യം വ്യക്തമാക്കുന്ന കവിതകൾ ആലപിക്കുകയും ചെയ്തപ്പോഴാണ് ഇതെന്റെ ഒരു അടയാളമായി നീ കയ്യിൽ കരുതിക്കോ എന്ന് പറഞ്ഞിട്ട് റസൂൽ അങ്ങനെ വകുപ്പ് കൊടുത്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നല്ല കവിതകളും ഉണ്ട്. ഇമാം ഷാഫിയുടെയൊക്കെ മനോഹരമായ കവിതകൾ, ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ,
വതിബ് നഫ്സൻ ഇദാ ഹക്കമൽ ഖലാഉ. നിനക്ക് കാലം നിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മകളെയൊക്കെ മറന്ന് നന്മകളെ കയ്യിൽ പിടിച്ച് നീ മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. മനോഹരമായ കവിതകൾ അലി റളിയല്ലാഹുവിന്റെ കവിതകളുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കൂടുതൽ പോകില്ല. അപ്പം കവിത എന്ന് പറഞ്ഞാൽ അതൊക്കെ മോശമാണ് എന്ന് പറയാൻ പാടില്ല. കാരണം ഞാൻ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കവിതകളൊക്കെ ഒഴിവാക്കണം, അത് ശൈത്താന്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ അത് നല്ല കവിതകളെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇബ്നുൽ ഖയ്യിമിന്റെ ഒക്കെ കവിതകളുണ്ട്, നൂനിയ എന്ന് പറയുന്ന, അല്ലെ? അതിൽ മനോഹരമായ ഒരു വരിയുണ്ട്, ഫൽ ഇൽമു ഖാല അല്ലാഹു വഖാല റസൂലുഹു വഖാല സ്വഹാബത്തു ഹും ഉലുൽ ഇർഫാനി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൽമ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതും റസൂല് പറഞ്ഞതും സ്വഹാബത്ത് പറഞ്ഞതുമാണ്. അവരാണ് ഉലുൽ ഇർഫാൻ, അറിവിന്റെ വക്താക്കൾ എന്നൊക്കെ പറഞ്ഞ മനോഹരമായ കവിതകൾ. അപ്പം പിന്നെ അത്തരം കവിതകളും ഉണ്ട്. നല്ല അറിവൊക്കെ മനുഷ്യന് കൊടുക്കുന്ന, മനുഷ്യന് മനോഹരമായി പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കവിതകളുണ്ട്. അപ്പൊ ആ കവിതകളൊക്കെ നമുക്ക് പാടാവുന്നതാണ്, പഠിക്കാവുന്നതാണ്, ഭാഷാപരമായ അറിവിനും ഒക്കെ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ വൃത്തികെട്ട കവിതകളും അത്തരം ഈണങ്ങളും അത്തരം താളങ്ങളും അത്തരം സംഗീതങ്ങളൊക്കെയാണ് ഇവിടെ വെറുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അബൂദാവൂദ്, ഇബ്നു മാജ, ദാറഖുത്നി, ഇബ്നു ഹിബ്ബാൻ, ദഹബിയോടൊപ്പം ഹാക്കിമും ഒക്കെ സ്വഹീഹാണെന്ന് വിധിച്ച ഹദീസാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്ന് പറയുന്ന ഹദീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മറ്റൊരു രൂപത്തിൽ കൂടി അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ ഇതിനോട് ചേർത്തി പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമീഉൽ അലീം എന്ന് അള്ളാഹുവിനെ വിശദീകരിക്കുകയാണ്. അപ്പം ഇവിടെ അർ-റജീം എന്ന് പിശാചിനെ വിശദീകരിക്കുമ്പോൾ അതിനേക്കാൾ ഗ്രേഡുള്ള 2 ക്വാളിറ്റികൾ കൊണ്ട് അള്ളാഹുവിനെ വിശദീകരിക്കുകയാണ് റസൂൽ. അങ്ങനെയാണ്. റജീം ശപിക്കപ്പെട്ടവനായ പിശാചാണെങ്കിൽ സമീഉം അലീമുമാണ് അള്ളാഹു എന്ന് പറയുന്ന മനോഹരമായ ഒരു അങ്ങനെ ഉണ്ടല്ലോ. രണ്ടാളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അള്ളാഹിനെ കുറിച്ചും ഷെയ്ത്താനെ കുറിച്ചുമാണ് പറയുന്നത്. രണ്ടാളും. അതിൽ ഒരാള് റജീമാണ്, മറ്റേ ആളാരാണ്? സമീഉം അലീമുമാണ് എന്ന് പറയുന്ന അതൊരു ഒരു 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 ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു പിന്നെ പദപ്രയോഗമാണ് യഥാർത്ഥത്തിൽ. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മനോഹരമായിട്ട് അതിനെ നമുക്ക് വായിക്കാൻ കഴിയും. സമീഉം അലീമുമായ അള്ളാഹുവിനോടാണ് ഞാൻ ശരണം തേടുന്നത്. ആർക്കെതിരെ? റജീമായ ശപിക്കപ്പെട്ട പിശാച്. പിശാചിനെ ശപിക്കാൻ എന്താ കാരണം? അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായ, മുഴുവൻ മനുഷ്യരുടെയും ശാപത്തിന് വിധേയമായ ശൈത്വാനിൽ നിന്ന്. കാരണം ശൈത്വാൻ നമ്മളെപ്പോഴും വഴിതെറ്റിക്കാനായിട്ട് നമ്മുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ പിശാച് തിരിച്ചു പറഞ്ഞു, ഞാൻ ഓരോ വഴിയിലും ഞാൻ കാത്തിരിക്കുന്ന മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി. അള്ളാഹിന്റെ പരീക്ഷണമാണ്. അപ്പൊ ആ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ടാണ് നമ്മൾ എന്താ ആരംഭിക്കുന്നത്? നമസ്കാരത്തിലെ ആരംഭിക്കുന്നത്. നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ പോലും പിശാച് നമ്മളെ വഴിതെറ്റിപ്പിക്കുന്നു. തീർച്ചയായും മറ്റെല്ലാ ഘട്ടങ്ങളിലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുമായി ഏറ്റവും അടുത്ത് ഓതു ചെയ്ത് നീയത്ത് ചെയ്ത് മനോഹരമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് പ്രാരംഭ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മളെ ഖുർആൻ പാരായണത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് പോലും നബി എന്ത് ചെയ്യാണ്? അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്ന് ഓതുകയാണെങ്കിൽ ആ സമയത്ത് പോലും പ്രവാചകൻ പിശാചിനെ ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പിശാചിന്റെ ഷർറിനെ കുറിച്ച് ബോധവാനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. പ്രവാചകനാണ് ഇത് ഓതുന്നത്. സഹാബിമാർ അത് കേട്ടു എന്നാണ് പറയുന്നത്. കാനൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഖുർആൻ ഓതുന്നതിന് മുമ്പ്. ഖുർആൻ എടുത്തു വെക്കുക തന്നെ പരമാവധി പിശാച് ഇല്ലാത്തൊരു സമയത്താണ്, അല്ലേ? ഒരുപാട് നമ്മുടെ ദുനിയാവില് പണ്ടുള്ളവർക്ക് ഇത്തരം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരാൾ ഖുർആൻ ഓതാൻ ഇരിക്കുക എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം എന്താണ്? മൊബൈൽ തുറക്കുമ്പോൾ ഒരു 10 ആപ്പ് ഉണ്ടാവും. നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓടിച്ചു നോക്കേണ്ട 10 ആപ്പുകൾ. ഈ 10 ആപ്പുകൾ ചിലപ്പോൾ ഖുർആൻ ഓതണം എന്നുള്ള നിയത്തോടു കൂടി ആയിരിക്കും നമ്മൾ തുറന്നിട്ടുണ്ടാവുക. അപ്പൊ കാണാം ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ, വാട്സപ്പില് 12 ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 5-6 ആൾക്കാർ ഇതാ പച്ച കത്തിച്ച് കിടക്കുന്നുണ്ടാവും.
മെസ്സേജുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞു കിടക്കണം. അപ്പൊ അതെന്താണെന്ന് നോക്കും, പിന്നെ അടുത്ത ഗ്രൂപ്പിലേക്ക് കയറും, അങ്ങനെ അങ്ങനെ ഓതാനിരുന്ന സമയം അങ്ങോട്ട് പോകും. അപ്പം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നമ്മൾ ഖുർആൻ ഓതാനിരിക്കുക എന്ന് പറഞ്ഞാല് പരമാവധി പിശാജ് അതിന്റെ പിന്നെ പിശാജിന്റെ ഷെറിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കയറി വന്നവനാണ് അതിന് മുമ്പിൽ ഇരിക്കുക. പക്ഷെ ആ സമയത്തും പിശാജിനെ കുറിച്ച് ബോധവാനാകണം, അതിന്റെ പിടുത്തത്തിൽ നിന്നും അവന്റെ ഉപദ്രവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം എന്നാണ് യഥാർത്ഥത്തിൽ അതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് പിന്നീട് അവിടുന്ന് സുമ്മ യഖ്റ, പിന്നെ അദ്ദേഹം പാരായണം ചെയ്യും. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യുന്ന. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യും. ബിസ്മി എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബസ്മല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ള എന്താ പറയാ എന്ന് പറഞ്ഞേ? അതിന്റെ പേരെന്തായിരുന്നു? ലിസ്റ്റിആദ. മാഷാഅല്ലാഹ്, വെരി ഗുഡ്. ഇവിടെ നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താ പറയാ? ബസ്മല. വെരി ഗുഡ്. ബസ്മല, നല്ല പേര് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണ് ബസ്മല എന്ന് പറയുന്നത്. ബസ്മല എന്ന് പറഞ്ഞാല് ബിസ്മി എന്നാണ്. ബിസ്മി ഓതുക, ബിസ്മി ഓതുക എന്ന് പറയുന്നതിന് പകരം ബസ്മല ഓതുക എന്നാണ് ശരിക്കും അറബിയിൽ പറയേണ്ടത്. തെറ്റൊന്നല്ല, വലിയ തെറ്റൊന്നല്ല. ബിസ്മി ബിസ്മി എന്ന് പറയുന്നതിനെ കുറിച്ച് ഈ ബിസ്മി പറഞ്ഞാൽ ശരിക്കും എന്താണത്? ബിസ്മി ചിക്കൻ സ്റ്റാൾ, അങ്ങനെ ബി ഇസ്മി എന്നാണ് ശരിക്കും. അതുകൊണ്ടാണ് ബിസ്മി എഴുതുമ്പോൾ പലപ്പോഴും ബാഹിന്റെ പിന്നെ വലത് സൈഡില്, ബാഹിന്റെ വലത് സൈഡില് ഒരു വലിയ വര കൊടുക്കാറുള്ളത് ബി ഇസ്മി എന്നുള്ളതാണ്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ്, ബി ഇസ്മി എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട്. അങ്ങനെയാണ് അത് ബിസ്മി ആയി, അങ്ങനെ ലോപിച്ച് ബിസ്മി ആയതാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണില്ല, കാരണം എപ്പോഴും നമ്മള് പിന്നെ കേൾക്കാറുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു സൈഡ് പറയാം. ഖുർആനിലെ അടുത്ത സ്ലൈഡിൽ ഖുർആനിലെ എല്ലാ സൂറത്തുകളിലും ആയത്താണോ ബിസ്മി എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന് വായിക്കൂ, ആരെങ്കിലും ഒന്ന് വായിക്കൂ. ഞാൻ വായിക്കുമ്പോ ഒരു സുഖല. വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളിലെയും ആയത്താണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രം ആയത്താണെന്നും മറ്റു സൂറത്തുകളിൽ ആയത്തല്ലെന്നുമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. എന്നാൽ ഇത് ഒരു സൂറത്തിലെയും ആയത്തല്ലെന്നും ഇത് സൂറത്തിന്റെ തുടക്കം അറിയിക്കുന്ന വേറിട്ടു നിൽക്കുന്ന വചനമാണെന്നാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. നമസ്കാരങ്ങളിൽ ബിസ്മി ചൊല്ലുന്നത് വാജിബാണെന്ന് പറഞ്ഞവരുണ്ട്, എന്നാൽ അത് സുന്നത്താണെന്നതാണ് പ്രബലാഭിപ്രായം. ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളിൽ സുബഹ്, മഗ്രിബ്, ഇശാ ബിസ്മി ഉറക്കെ ഓതണമെന്നാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. അതിന് തെളിവായി ചില ഹദീസുകളുമുണ്ട്, എന്നാൽ ഇവിടെ ബിസ്മി പതുക്കെ ഓതണമെന്നാണ് പ്രബലാഭിപ്രായം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി വിശദീകരിക്കണ്ടല്ലോ, മലയാളത്തിലായതുകൊണ്ട്. ബിസ്മി ചൊല്ലുന്നത് വാജിബാണെന്ന് പറഞ്ഞവരുടെ പക്ഷെ സുന്നത്താണെന്നുള്ളതാണ്. ഒരാൾ ബിസ്മി എല്ലാം മറന്നുപോയി, കൈകെട്ടിയിട്ട് പിന്നെ ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലിയിട്ട് പിന്നെ നേരെ എന്ത് പറഞ്ഞു? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതിയിട്ട് ബിസ്മി വിട്ടിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു ഓതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഔദു ബിസ്മി ഒന്നും ഓതിയില്ല ചെല്ലുകയാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാനില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ശരി, എന്നാൽ ഇത് ആയത്താണോ? ആയത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. ഫാത്തിഹയിൽ ആയത്താണെന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്, എന്നാൽ ആയത്തല്ല, ഇതിങ്ങനെ തുടക്കത്തിൽ ഓതുന്ന ഒരു സാധനമാണ്. ശരി, ഞാനൊരു ഖുർആൻ ക്വിസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്, അതേതാ? സൂറത്തു തൗബ. അല്ലാ, എല്ലാരും പുലികളാണല്ലോ. ഞാൻ വിചാരിച്ചു ആർക്കും വലിയ ചോദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്ന ചോദ്യം. ശരി, എന്നാ വേറെ ചോദ്യം ചോദിക്കട്ടെ. ഖുറാനില് 114 അധ്യായമാണുള്ളത്. അപ്പം സൂറത്തു തൗബയിൽ ഇപ്പൊ ബിസ്മി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഖുറാനിൽ എത്ര ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്? 114. അപ്പൊ സൂറത്തു തൗബയിൽ ഇല്ല നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? സൂറത്ത് നംലില് 2 തവണ വന്നിട്ടുണ്ട്. സൂറത്തു നംലിൽ എന്ത് വന്നിട്ടുണ്ട്? 2 ബിസ്മി വന്നിട്ടുണ്ട്. എന്താണ് സന്ദർഭം എന്നറിയോ? ഓർമ്മ ഉണ്ടോ?
എത്രാമത്തെ ആയത്താന്നറിയോ? സൂറത്തു നംലിലെ 31-ാമത്തെ ആയത്താന്ന് തോന്നുന്നു അല്ലെ? എന്താ സന്ദർഭം അത്? അതൊരു കത്താണ്. ആർക്കെഴുതിയ കത്താണ്? മൽക്കിസ്റ്റാഖ്നിക്ക് സക്രിയ സക്കരിയ എഴുതിയ കത്താണ്. സക്കരിയ നബി അല്ല. സുലൈമാൻ ഫഇന്നഹു മിൻ സുലൈമാൻ ഫ്രം സുലൈമാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതാണ് കേട്ടോ. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ബിസ്മി ഒരായത്താണോ ചോദിച്ചാൽ ആയത്തല്ല, ബിസ്മി ആയത്താണെന്ന് ചോദിച്ചാൽ ആയത്താണ്. ഈ രണ്ട് അഭിപ്രായം നിലവിലുണ്ട്. രണ്ടും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നമസ്കാരങ്ങളിൽ ബിസ്മി ചൊല്ലുന്നത് വാജിബാണോ? വാജിബാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ സുന്നത്താണെന്നുള്ളതാണ് മുഅക്കദായ കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത്. ശരി, ഇനി അടുത്തൊരു കോൺട്രവേഴ്സി എന്താണ്? ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുന്ന സൂറത്ത് അതന്നെ കഴിഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് ബിസ്മി ഉയർത്തണോ, ഔദും ബിസ്മി ഉറക്കം ഓതണ്ടേ എന്നുള്ളൊരു വിഷയം പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പം ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ അൽബാനി പറഞ്ഞിട്ടുള്ളത് എന്താണ്? എന്ന് ശബ്ദം ഉയർത്താതെ ഓതും. 107-ാമത്തെ ഇമാം ബുഖാരിയും മുസ്ലിമും അബു അവാനിയും തഹാവിയും അഹ്മദ് ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ ശകലാണ്. എന്താണ്? വലാ യജ്ഹറു ബിഹാ സുമ്മ യഖ്റഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ യജ്ഹറു ബിഹാ. അദ്ദേഹം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദം കുറച്ചായിരുന്നു ഓതിയിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത സ്ലൈഡ് ഇട്ടാൽ അതിനുള്ള തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഉറക്കം ഓതണം എന്നുള്ളതിന് വേറെ തെളിവുകളുണ്ട് കേട്ടോ. പിന്നെ ഉറക്കം ഓതണ്ട എന്നുള്ളതിനാണ് കൂടുതൽ തെളിവായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അനാനസ് ഖാല സല്ലൈത്ത്, ഞാൻ നബിയുടെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ അതിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് തോന്നുന്നു. ഇത് അറബിന്റെ പ്രശ്നമാണ്. എന്തായാലും ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് ഈ PDF ഷെയർ ചെയ്യാം. അനസ് എന്ന് പറഞ്ഞിടത്തുനിന്നാണ് തുടങ്ങുന്നത്. ഖാൽ, അനസ് പറയാണ് റളിയല്ലാഹു അൻഹു, സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ, ഞാൻ നബിയോടൊപ്പം നമസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ആരോടൊപ്പം കൂടി നമസ്കരിച്ചിട്ടുണ്ട്? പറയൂ. അബൂബക്കർ, ഉമർ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ, എല്ലാവരും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അവരിൽ ആരും ഓതുന്നു ഞാൻ കേട്ടിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഓതിയിട്ടില്ല എന്നുള്ള അതിനർത്ഥം. ഞാൻ കേട്ടിട്ടില്ല. ഫലം ആരും ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല, അഥവാ അവർ ഉറക്കെ ഓതിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അടുത്ത ഹദീസ് നോക്കുവാൻ അനസ് പറയണം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബൂ ബക്രിൻ ഉമർ, അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവരൊക്കെ കാനു യഫ്തതിഹൂന സ്വലാത ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരൊക്കെ നമസ്കാരം ആരംഭിച്ചിരുന്നത് എന്തു ചൊല്ലിയിട്ടാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതിയിട്ടാണ്. അപ്പം ഇസ്തിഫ്താഹോ അത് പതുക്കെയാണ് ഓതുന്നത്. നമസ്കാരം ആരംഭിച്ചിരുന്നത് എന്തു ചൊല്ലിയിട്ടാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന എന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതെന്നാണ് തുടങ്ങിയിരുന്നത് എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് 783. ഇനി അടുത്ത മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, عن أنس بن مالك قال صليت خلف النبي, ഞാൻ നബിയുടെ പുറകിൽ നമസ്കരിച്ചിട്ടുണ്ട്. അബൂബക്കർ ഉമർ ഉസ്മാൻ, അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാൻ അവരുടെ ഒക്കെ പുറകിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ഫകാനു, അവരൊക്കെയുമായിരുന്നു യസ്തഫ്തിഹൂന, ആരംഭിച്ചിരുന്നത് ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. لا يذكرون بسم الله الرحمن الرحيم في أول قراءة ولا في آخرها. ഇതിലിനി സംശയത്തിന്റെ ഒരു ഭാഗവും അവശേഷിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഉറക്കം എന്നുള്ളതിന്റെ ഹദീസുകളോ,
അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. അപ്പൊ നബി നമ്മൾ നേരത്തെ മിമ്പറിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ മിമ്പറിൽ നിസ്കരിക്കണം എന്നാണ് അതിനർത്ഥം. അത് മിമ്പാബി തഅലീം, അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബി അപ്പോ ഉറപ്പ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സംശയമില്ല എന്ന് തോന്നുന്നു. അപ്പം അഊദു ബിസ്മി ഉറക്കം ഓതേണ്ടതില്ല, അത് മെല്ലെയാണ് ഓതേണ്ടത്. അതാണ് സുന്നത്ത്. നബിയും അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ പതുക്കെയാണ് ഓതിയിരുന്നത് എന്ന് ആരാ പറയുന്നത്? അനസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. അപ്പം ഇനിയിപ്പോ ഒരാൾ ഉറക്കം ഓതി എന്ന് വിചാരിക്കും. അപ്പൊ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഉറക്കെയാണ് ഓതുന്നത്. അപ്പൊ എന്താണ് അവർക്ക് നിസ്കാരം പറയണം? വേണ്ട. അവർ നിസ്കരിച്ച ശരിയല്ല എന്ന് പറയണം? അന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഈ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇപ്പം തെരഞ്ഞാൽ കിട്ടുന്ന ബിസ്മി ഉറക്കം ഓതലിന് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ തന്നെ മതി. ഹദീസുകൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക. നിങ്ങളോട് ഈ വിഷയമൊക്കെ സംഘടിക്കുന്ന ആളുകൾക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഹദീസുകൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മറ്റേ ചിലപ്പോൾ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. കാരണം ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവർ ആദ്യം പാരായണത്തിന്റെ മുമ്പോ ശേഷമോ ബിസ്മി ഉറക്കെ ഓതിയിരുന്നില്ല എന്ന് നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട്. സ്വല്ലൈതു ഖൽഫൻ നബി, നബിയുടെ പുറകിൽ നിന്ന് നിസ്കരിച്ചപ്പോ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ് അല്ലെ. അനസ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, നബിന്റെ സന്തത സഹചര്യമായിരുന്നു, എപ്പോഴും നബിന്റെ കൂടെ. അനസ് പറയുന്നത് ഞാൻ നബിയെ 10 കൊല്ലം സേവിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന് അനസ് പറയുന്നത് ഇങ്ങനെ ഒരു ഔദും ബിസ്മി ഒന്നും നബി ഉറക്കം ഓതിയിട്ടില്ല. അപ്പൊ അൽഹംദുലില്ലാഹി തുടങ്ങിയത് മനസ്സിലാക്കണം. ഇതിലെ ജസ്റ്റ് അടുത്ത സ്ലൈഡ് എന്നതാണ്. പിന്നെ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ബിസ്മി ഓതുന്നതിന്റെ ഇഖ്തിലാഫുകൾ. ഹനഫി മദ്ഹബുകാർ പറയുന്നത് ഓതുന്നത് സുന്നത്താണ്, മെല്ലെയാണ് ഓതേണ്ടത്. മാലിക് മദ്ഹബ് പറയുന്നത് മാലിക് മദ്ഹബിൽ അത് ഓതേണ്ടതില്ല എന്നാണ്. കൈയ്യട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ബിസ്മി ഓതേണ്ടതില്ല, അത് രഹസ്യവും പരസ്യമായിട്ടൊന്നും ഓതണ്ടെന്നുള്ളതാണ് മാലിക് മദ്ഹബ് പറയുന്നത്. ഷാഫിഈ മദ്ഹബ് പറയുന്നത് അത് ഓതുന്നത് നിർബന്ധമാണ്. ഉറക്കം ഓതുന്ന നമസ്കാരം ഉറക്കത്തെ ഓതണം. ഹംബലി മദ്ഹബ് പറയുന്ന സുന്നത്താണ് ജഹ്റിയായ ജഹ്റ് ഉറക്കോത് അല്ലെ, ഉറക്കോത് നമസ്കാരങ്ങളിൽ. അപ്പൊ പതുക്കോതുന്ന നമസ്കാരങ്ങൾ ഏതാ, ഉറക്കോതുന്ന നമസ്കാരങ്ങൾ ഏതാ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഉറക്കോതുന്ന നമസ്കാരം പതുക്കോതുന്ന നമസ്കാരം? ഏതൊക്കെയാണ് ഉറക്കോതുന്ന നമസ്കാരം, പതുക്കോതുന്ന നമസ്കാരം? സുബഹിയും ഇശായും സുബഹി ഇശ ആദ്യത്തെ 2 റക്അത്ത് അല്ലെ ജഹറാണ്, ബാക്കി സിറാണ്. അപ്പൊ ഉറക്കോതുന്നതില് ഉറക്കോത എന്നുള്ളതാണ് എന്നത്. ഉറക്കോത അത് പതുക്കോത് സുന്നത്താണ്. മനസ്സിലായി? വ്യത്യാസം മനസ്സിലായെന്ന് തോന്നുന്നു. അതിന്റെ വോയിസ് ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണോ? ക്ലിയർ ഇല്ല, സൗണ്ട് ക്ലിയർ ഇല്ല. ഒന്ന് കട്ട് ചെയ്തിട്ടില്ലല്ലോ. മൊബൈൽ ചൂടായി പോയതാണ്. മൊബൈല് ചൂടൊന്നും ഇല്ല ഇപ്രാവശ്യം, ആ പ്രശ്നമൊന്നുമില്ല. അത് കുട്ടികൾ എന്തോ ഗെയിം എന്തോ കയറ്റിയിട്ട് അങ്ങനെ ചൂടായതായിരുന്നു സംഭവം. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെയാണ്. കുഴപ്പമില്ല. ഞാൻ ഹോട്ട്സ്പോട്ട് ഒന്ന് നോക്കട്ടെ. ഇപ്പോഴോ? ക്ലിയറാ. ശരി, ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. അപ്പം ഹനഫി മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും ഷാഫി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അവർക്ക് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ അഭിപ്രായത്തെ പിന്നീടുള്ള ആളുകൾ പിൻപറ്റി എന്ന് പറഞ്ഞു.
മാത്രം. അപ്പൊ അവിടെ നമ്മൾ ഹെഡിങ്ങിന് എഴുതിയിട്ടുണ്ട് ഇഖ്തിലാഫുഹും റഹ്മ, അല്ലെ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭിന്നത കാരുണ്യമാണെന്നാണ് പറയണത്. ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മത്തു എന്നൊക്കെ പറയുന്ന ഹദീസൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊക്കെ ലൈഫായിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബിസ്മി ഓതണം, അഊദു ഓതണം, അത് ഉറക്കെയാണോ ഓതണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം. മാലിക്കി മദ്ഹബിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്, ഓതണം എന്നുള്ളവരാണ്, അല്ലെ? സുന്നത്താണോ വാജിബാണോ എന്നുള്ളതിലും ഉറക്കെയാണോ പതുക്കെയാണോ എന്നുള്ളതിലും മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൽ സുന്നത്താണ് എന്നതിൽ പിന്നെ ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും യോജിച്ചിട്ടുണ്ട്. രഹസ്യമായിട്ടാണ് ഓതണം എന്നുള്ളതിൽ ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും ഒരുമിച്ചിട്ടുണ്ട്. ശരി, ഇനി നമുക്ക് ഓരോ ഖുർആൻ സൂക്തവും നിർത്തിയാണ് ഓതേണ്ടത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ സൂക്തവും നിർത്തി ഓതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് അവിടെ നിർത്തും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ നിർത്തും. ആ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. സുമ്മ യഖിഫ് സുമ്മ യഖൂൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുമ്മ യഖിഫ് സുമ്മ യഖൂൽ, നിർത്തി ഓതും എന്നാണ്. ഇങ്ങനെ സൂറത്തിന്റെ അവസാനം വരെ തുടരും. റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ സൂറത്തിന്റെ അവസാനം വരെ തുടരും. എങ്ങനെ? നിർത്തും ഓതും, നിർത്തും, ഒരായത്തോതും നിർത്തും, ഒരായത്തോതും നിർത്തും. പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ നബിയുടെ എല്ലാ ഖുർആൻ പാരായണവും ഇങ്ങനെ നിർത്തി ഇട്ടുള്ളതായിരുന്നു. ഓരോ സൂക്തത്തിന്റെയും അവസാനത്തിൽ നിർത്തിയ ശേഷമുള്ള സൂക്തവുമായി ചേർക്കാതെ ഓതും. അവിടുന്ന് ചിലപ്പോൾ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, ഈ നിർത്തി ഓതും ശേഷമുള്ള സൂക്തത്തിൽ ചേർക്കാതെ ഓതും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചില ആളുകളെ പിന്നെ ആയത്തുകൾ ഇങ്ങനെ ഇപ്പം സെയിം സബ്ജക്റ്റ് ഒക്കെ പറയുന്ന ആയത്താണെങ്കിൽ പരസ്പരം കൂട്ടി അങ്ങോട്ട് ഓതി പോവാറുണ്ട്, അല്ലെ? ഉദാഹരണത്തിന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് പിന്നെ ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇങ്ങനെ കൂട്ടി ഓതാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ കൂട്ടി ഓതുന്നത്? ചില ആളുകൾ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതിന്റെ പിന്നെ വിശദീകരണത്തിൽ കൊടുത്ത 108ാമത്തെ വിശദീകരണം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അബൂദാവൂദ്, സഹമി, ഹാക്കിം എന്ന ആളുകൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഈ ഹദീസിന് ധാരാളം പരമ്പരകളുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, തുടർന്ന് അദ്ദേഹം പറയുന്നു, മുൻഗാമികളായ ധാരാളം ഇമാമുകളും മുൻകഴിഞ്ഞുപോയ ഖുറാകളും ഖുർആൻ പാരായണക്കാരും ആശയപരമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സൂക്തങ്ങളാണെങ്കിൽ പോലും അവ മുറിച്ചോതുന്നതിനെ നല്ലതായി കണക്കാക്കിയിരുന്നു. അപ്പോ ആയത്തിന്റെ പിന്നെ എണ്ണം എന്ന് വെച്ചാൽ ഒരായത്ത് കഴിഞ്ഞ് അടുത്ത ആയത്താണ് എങ്കിൽ അതിനിടയിൽ നിർത്തുന്നതാണ് നല്ലത്. നല്ല നിർത്തിയാണ് ഓതേണ്ടത്. അത് ഇപ്പൊ ഒരേ വിഷയം തന്നെ പറയായിരിക്കും എങ്കിൽ പോലും എന്ത് വേണ്ടതില്ല, കൂട്ടി പരസ്പരം ആയത്തുകളെ ഓതേണ്ടതില്ല എന്നാണ് അൽബാനി പറയണെന്നിട്ട്. ഞാൻ പറയുന്നു, ഇക്കാലത്തുള്ള ഭൂരിഭാഗം ഖുർആനുകളും അവഗണിക്കുന്ന ഒരു നബിചര്യയാണിത്. എന്നിട്ടല്ലേ മറ്റുള്ള ആളുകൾ, അതായത് സാധാരണക്കാരായ ആളുകൾ അങ്ങനെ കൂട്ടി ഓതാറുണ്ട്. ഖാരിങ്ങൾ പോലും എന്ത് ചെയ്യാറുണ്ട്, ആയത്തുകൾ ഇങ്ങനെ കൂട്ടി 2-3 ആയത്തിനൊക്കെ ഒറ്റ ആയത്താക്കിയിട്ട് ഓതാറുണ്ട് എന്നുള്ളത് ശരിയായ രീതിയല്ല. മുൻഗാമികളായ ആളുകൾ അങ്ങനെ ചേർത്താണ് ഓതാറുള്ളത്. ഇപ്പം മദീനയിൽ പോയ മദീനത്തോത്തൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്, ഷുറൈമിന്റെ കോത്ത്. ഷുറൈമൊക്കെ ഒരായത്ത് ഓതിയ ഒരു വഖഫ് അവിടെ നമുക്ക് ബോധ്യമാകുന്ന ഒരു മൗനം അവിടെ ഉണ്ടാവും, മനോഹരമായ ഒരു മൗനം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അങ്ങനെ മദീനയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോകുമ്പോൾ ആ ഒരു മൗനം, അതിന്റെ ആ ഒരു നിശബ്ദമായ, ലോകം മുഴുവൻ നിശബ്ദമായി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ മനോഹരമായ ഒരു മൗനം അവിടെ ഉണ്ടാവും. അത് പ്രവാചക നമസ്കാരത്തിൽ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലാതെ അങ്ങനെ വലിച്ചു വെച്ച് ഒന്നെടുത്ത് മറ്റിന്റെ മേലൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഓട് മേയണ പോലെ ആയത്തിനെ മേഞ്ഞ് അതിന്റെ കാര്യമൊന്നുമില്ല. നിർത്തി നിർത്തി ഓതിയാൽ മതി. ഓക്കെ, നിർത്തി നിർത്തി പാടൂ എന്നാലേ ഭാവം വരൂ എന്ന് പറയുന്നില്ലേ എന്ന പോലെ പിന്നെ നിർത്തി നിർത്തി ഓതുക എന്നുള്ളതാണ് പ്രവാചക ചര്യ. അപ്പൊ അതിന് ശക്തമായി പിന്നെ നമ്മുടെ അൽബാനി അവതരിപ്പിക്കുകയാണ്. പുതിയ കാലത്തുള്ള പല കാര്യങ്ങളും ആ ഒരു മര്യാദ പാലിക്കാറില്ല എന്നത് സങ്കടകരമായ കാര്യമാണെന്ന് അദ്ദേഹം പറയാം. ശരി, ഇനി നമുക്ക് അടുത്ത ഒരു സംഭവത്തിലേക്ക് പോകാം. പിന്നെ അവിടുന്ന് ചിലപ്പോൾ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നതിന് പകരം മലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ രാജാവ് എന്ന് ഓതും. അതായത് രണ്ട് രീതിയിലും ഓതാറുണ്ട്. എങ്ങനെ? മാലിക് യൗമിദ്ദീൻ എന്നും മലിക് യൗമിദ്ദീൻ എന്നും അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട് എന്നുള്ളത് പിന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്വീകാര്യമായ റിപ്പോർട്ടുകളിലൂടെ വന്ന ഈ രണ്ട് പാരായണവും മുത്തവാത്തിറാണ്. എന്താ മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ? മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞതും മലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞതും മുത്തവാത്തിറായ ഹദീസുകളിലൂടെ വന്നതാണ്. എന്ന് വെച്ചാൽ എന്താ? മുത്തവാത്തിർ വന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ പരമ്പര ഉള്ളതാണ്. അപ്പം ഇത് രണ്ടും സ്വീകരിക്കുന്നത്. അപ്പം ഖുർആനിന് എന്തുണ്ട്? വിവിധ പാരായണ രീതികളുണ്ട് അല്ലെ? പരിശുദ്ധ ഖുർആനിൽ 7 പാരായണ രീതികൾ ഉണ്ട്. സബ്അതു അഹ്റുഫ് എന്നാണ് അതിന് പറയാ. സബ്ഉ ഖിറാഅത്ത് എന്ന് കേട്ടിട്ടില്ലേ? യുക്തിവാദികളും ഇസ്ലാം വിമർശകരും ഒക്കെ പറയും 7 ഖുർആൻ ഉണ്ട് എന്ന്. 7 ഖുർആനല്ല, ഖുർആൻ ഒന്ന് തന്നെയാണ്, പക്ഷെ വിവിധങ്ങളായ ഖിറാഅത്തുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാ ഒന്ന് വായിക്കാം? സബ്അതു അഹ്റുഫ് ആരാ വായിക്കാം? ആദ്യത്തെ വരി അവിടെ മാഞ്ഞു പോയിട്ടുണ്ടല്ലേ, അത് ഞാൻ വായിക്കാം. പരിശുദ്ധ ഖുർആനിൽ 7 പാരായണ രീതികൾ ഉണ്ട്. വിശുദ്ധ ഖുർആൻ 7 ഹർഫുകളിൽ ഓതാൻ അനുവാദം നൽകപ്പെട്ടു. വെരി ഗുഡ്, വായിച്ചേ. എന്ന നബിവചനമാണ് ഈ വിജ്ഞാനത്തിന് ആധാരം. അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന വ്യത്യസ്ത ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഉച്ചാരണ അക്ഷര വ്യത്യസ്തതകൾ അംഗീകരിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ പ്രവാചകൻ അനുമതി നൽകിയിരുന്നു. ഇബ്രാഹിം എന്നത് അബ്രഹാം എന്നങ്ങനെ പാരായണം ചെയ്യുന്ന ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 7 ഗോത്രങ്ങളായിരുന്നു അന്ന് മക്കയിൽ ഉണ്ടായിരുന്നത്. ഖുറൈഷ്, കിനാന, അസദ്, ഹുദൈൽ, തമീം, ഖൈസിലാൻ, ഈലാൻ, യമൻ എന്നിവയായിരുന്നു ആ ഗോത്രങ്ങൾ. ഈ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അക്ഷരോച്ചാരണ വ്യത്യാസങ്ങൾ അവരുടെ ഖുർആൻ പാരായണത്തിലും പ്രകടമായിരുന്നു. അപ്പം ആളുകൾ അവരുടെ സംസാര രീതികൾക്ക് അനുസരിച്ച്, അവരുടെ ഉച്ചാരണങ്ങൾക്കനുസരിച്ച് പിന്നെ അവര് പറയുന്ന അറബി വാക്കുകളിൽ വ്യത്യാസം വന്നിരുന്നു. അപ്പൊ അവരെ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, ഞങ്ങൾ പറയണ പോലെ തന്നെ, ഖുറൈശികൾ പറയണ പോലെ തന്നെ പറയണം എന്ന് നിർബന്ധിച്ചാൽ അത് അവിടെ ഒരു സ്വാഭാവികമായിട്ടും അത് ഇത് നിങ്ങൾ ഖുറൈശി, നിങ്ങളെ കാര്യം കൊണ്ട് പോയിക്കോളെ, നിങ്ങളെ കിതാബ് കൊണ്ട് പോയിക്കോളെ എന്ന് പറയുന്ന ഒരു എന്താ പറയാ, അതിനെന്താ നമ്മൾ പറയാ, ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഒരു ഗോത്ര, അല്ലെങ്കിൽ തന്നെ അത് ഖുറൈശികളുടെ പരിപാടിയാണ് എന്ന് ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായിരുന്നു ആളുകൾക്ക്. അപ്പൊ ശത്രുക്കൾക്ക് അങ്ങനെ ഒരു അവസരം കൂടി കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഖിറാഅത്തിൽ ഓതിക്കോളി എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോ നമ്മള് തോന്നിയ മാതിരി ഓതാൻ പാടുണ്ടോ? ഇല്ല. ആ സബഅത്ത് അഹ്റുഫിൽ അത് പരിമിതമാണ്. കാരണം അത് പ്രവാചകൻ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇനി ആളുകൾ
പിന്നെ മാറ്റി ഓതാൻ പാടില്ല. അപ്പം അറബികൾക്കിടയിൽ തന്നെ വിവിധ നാടുകൾക്കനുസരിച്ച് വ്യത്യസ്തമായ ലഹജകൾ നിലവിലുണ്ട്, വ്യത്യസ്തമായ വാമൊഴികൾ. അപ്പൊ അതിൽപ്പെട്ടതാണ് ഈജിപ്ഷ്യൻ അറബ്, ഷാം അറബ്, സൗദിന്റെ അറബ്, ഖലീജിന്റെ അറബ്. ഇപ്പം ദുബായിലുള്ള അറബികൾ അറബി പറയുന്ന പോലെയല്ല സൗദിയിലുള്ള അറബികൾ അറബി പറയാം. അവരുടെ ഉച്ചാരണങ്ങൾ വ്യത്യാസം. ജീം എന്നതിന് പിന്നെ അക്ഷരത്തിന്റെ വായനയില് ജമീൽ എന്ന ഒരു വാക്ക് അറബികൾ സൗദിക്കാര് ജമീൽ എന്ന് പറയുമ്പോൾ ഈജിപ്തുകാർ അത് ഗമീൽ എന്നാണ് പറയാ. ഖാഫിന് ആ എന്നുള്ള സൗണ്ടാണ് ഈജിപ്തിൽ പറയുന്നത്. അപ്പൊ അത് സ്വാഭാവികമായും പ്രാദേശികമായ വ്യത്യാസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇവിടെ ഈ സബഅത്തു അഹ്റുഫ് വന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമായ 7 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ 7 ഗോത്രങ്ങൾക്കിടയിൽ അവരുടേതായ ഉച്ചാരണ രീതികൾ ഉണ്ടായിരുന്നു. അപ്പൊ മലയാളി തന്നെ കാസർകോട്ടേര് പറയണ പോലെയാണോ നമ്മൾ എറണാകുളത്തേര് പറയാം? ഞാൻ പറയണ പോലെയാണോ തിരുവനന്തപുരത്തേര് പറയാം? മട ഓടെ എന്നൊക്കെ പറയാറില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളെ കോഴിക്കോട്ടേര് മലപ്പുറത്തേരൊക്കെ ഇഞ്ചി കജ്ജി ബജ്ജി എന്നൊക്കെ പറയാറില്ലേ? എന്ന് പോലെ പിന്നെ കയ്യ് എന്നതിന് പകരം കജ്ജി എന്ന് പറയണ, പിന്നെ മുഹ്സിൻ ബരാരി പറഞ്ഞ പോലെ മഴയുടെ പര്യായമാണ് മയ എന്ന് പറഞ്ഞില്ലേ? ആ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ സബഅത്തു ഖിറാഅത്തിന്റെ സബഅത്തു അഹ്റുഫിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അവരുടെ അക്ഷരോച്ചാരണ വ്യത്യാസങ്ങൾ അവരുടെ ഖുർആൻ പാരായണത്തിലും പ്രകടമായിരുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ പിന്നെ വന്നിട്ടുള്ള ഒരു കാര്യം. അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ചില വാക്കുകൾ ഇതുപോലെ മലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ റിപ്പോർട്ടുകളും വന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരാൾ അങ്ങനെ ഓതുകയാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത് പിന്നെ സൂറത്ത് ഫജ്റോ ഏതൊക്കെയോ ഈ രീതിയിലുള്ള വ്യത്യസ്തമായ പിന്നെ ഖിറാഅത്തില് മനോഹരമായിട്ട് യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കിട്ടുകയാണെങ്കിൽ അത് അയച്ചുതരാം. അപ്പൊ ഇതൊന്നും കണ്ട് അത്ഭുതപ്പെടണ്ട, അയ്യോ അവരെന്താ ഖുർആനെ ഇല്ല, ഇതൊക്കെ അംഗീകരിക്കപ്പെട്ട ഖിറാഅത്തുകളാണ്. ഈ 7 ഖിറാഅത്തുകളെ സംബന്ധിച്ചും കൃത്യമായ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആ 7 തരത്തിലുള്ള ഉച്ചാരണങ്ങളും അവിടെ എന്താണ് ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ ഓതുന്നത് ഖുറൈശികൾ ഓതുന്ന ആ ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഖത്ത് ഉസ്മാനിയാണ് നമ്മൾ അവലംബിക്കുന്ന എഴുത്ത് രീതി എന്ന് പറയുന്നത്. റസ്മു ഉസ്മാനി എന്നൊക്കെ പറയുന്ന രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത് കേട്ടോ. ഇനി നമ്മള് ഇതില് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ പറഞ്ഞാല്? ഇനി നമ്മൾ പോകുന്നത് ഫാത്തിഹയുടെ മഹത്വം എന്നുള്ളതിലേക്കാണ്. നമുക്ക് സമയം ഇല്ല എന്ന് തോന്നുന്നു, നമുക്ക് അവസാനിപ്പിക്കാം. അത് നമുക്ക് അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് പറയാം. നമസ്കാരത്തിന്റെ റുക്നാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. അപ്പം ആ നമസ്കാരത്തിന്റെ റുക്ൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്ൻ എന്ന് പറഞ്ഞ സ്തംഭമാണ് ഫാത്തിഹ. ഫാത്തിഹ നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതൽ വിശദീകരിക്കാനോ ഒന്നും നമുക്ക് പോകേണ്ടതില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് അവിടെ അങ്ങോട്ട് പറഞ്ഞു പോകാം. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഖുർആൻ പാരായണത്തെ കുറിച്ചാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതിൽ ഒന്നാമതായി വന്നത് ഇസ്തിആദത്താണ്. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാല് പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. അതിന് വിവിധങ്ങളായ രീതിയിൽ പ്രവാചകൻ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ ചോദിച്ചതിന്റെ വ്യത്യസ്തമായ പദ പ്രയോഗങ്ങൾ പ്രവാചകന്റെ ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതും, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്സിഹി വനഫ്സിഹി എന്ന് പറയുന്നതും, അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. പിന്നെ അവിടുന്ന് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബസ്മല അല്ലെ? ഇസ്തിആദത്ത് പറഞ്ഞു, അത് കഴിഞ്ഞ് ബസ്മല പറഞ്ഞു. ബസ്മല പറയുമ്പോൾ പിന്നെ ഫാത്തിഹക്ക് മുമ്പുള്ള ബിസ്മി, ബസ്മല ഉറക്ക ഓതണോ, ഇസ്തിആദത്തും ബസ്മലയും ഉറക്ക ഓതണോ വേണ്ടേ എന്നുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസം. അതിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തീർച്ചയായും ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ കണ്ടതും നബിയും അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ ചെയ്തിട്ടുള്ളത് പതുക്കെ ഓതുക എന്നുള്ളതാണ്. അതിൽ മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏത് അഭിപ്രായം അനുസരിച്ച് നമസ്കരിച്ചാലും ആ നമസ്കാരം സ്വീകരിക്കപ്പെടും. പക്ഷെ നമ്മുടെ പുസ്തകം സിഫത്തു സ്വലാത്തു നബി നബിയുടെ നമസ്കാരത്തെ കുറിച്ചാണ്. അപ്പൊ നബി എങ്ങനെ നമസ്കരിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ക്രോഡീകരിച്ചായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മള് നബി
എങ്ങനെ നമസ്കരിച്ചു എന്ന ഹദീസുകൾ വ്യക്തമായോ ആ ഹദീസുകളിൽ നിന്നാണ് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുന്നത്, നമസ്കാരത്തെ സ്വീകരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് നിസ്കാരം ബാത്തിലായി എന്ന് നമ്മൾ പറയാൻ പോകണ്ട. അവർക്ക് ലഭ്യമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറക്ക ഓതി എന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഹദീസുകൾ എന്തായിരിക്കാം, പ്രവാചകൻ മറ്റുള്ളവർക്ക് ഇതൊക്കെ ഓതണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഓതിയതായിരിക്കാം എന്നുള്ള വിശദീകരണമാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്, അല്ലെ? പിന്നെ പറഞ്ഞത് നമ്മൾ നിർത്തി ഓതണം എന്നുള്ളതാണ്. ഓരോ ആയത്തുകൾ ഇങ്ങനെ ചേർത്ത് ഓതുന്നതിനേക്കാൾ നല്ലത് നിർത്തി ഓതുന്നതാണ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ വിവിധ ഖിറാഅത്തുകളെ കുറിച്ചും നമ്മൾ പറയേണ്ടായി, അല്ലെ? 7 ഗോത്രങ്ങളെ കുറിച്ച്, ആ 7 ഗോത്രങ്ങളിൽ നിലനിന്നിരുന്ന ഉച്ചാരണ വ്യത്യാസത്തിന് അനുസൃതമായി ഖുർആൻ പാരായണത്തിലും അവർക്കുണ്ടായ ഉച്ചാരണ വ്യത്യാസത്തെ പ്രവാചകൻ അംഗീകരിച്ചതാണ്. അത് ഖുർആൻ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് സമയമുണ്ട്, നമുക്ക് ചോദിക്കാം. 10 മണിക്ക് കൃത്യം അവസാനിക്കും. അസ്സലാമലൈക്കും. ഈ 7 രീതിയിൽ ഓതാം എന്ന് പറഞ്ഞത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് വിശദീകരിക്കാൻ പറ്റുമോ? അതൊരു വലിയ വിഷയമാണ്. നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലെ ഒരു ഇത് പറയാം. ഈ 7 ഗോത്രങ്ങളുടെ രീതിയാണ്. ചില ആയത്തുകളിലാണ് വ്യത്യാസമുള്ളത്. ചില ഉച്ചാരണങ്ങളൊക്കെ ഇപ്പൊ യമന്റെ ഒക്കെ ഉച്ചാരണം നല്ല വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല ഗോത്രങ്ങളിലും പല വ്യത്യാസങ്ങളുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്കുകൾ 1-2 ഉണ്ട്, അത് ഷെയർ ചെയ്ത് തരാം. ഓതുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ അല്ലല്ലോ, നമ്മൾ പഠിച്ച രീതിയിലല്ലല്ലോ എന്നുള്ള കൃത്യമായ ഒരു വ്യത്യാസം ബോധ്യമാകുന്ന രീതിയിലുള്ള ഓത്തുകൾ തന്നെയുണ്ട്. അസ്സലാമലൈക്കും. എനിക്കൊരു സംശയമുണ്ട് ഉസ്താദെ. അതെ, ഞങ്ങള് ജമാഅത്തായിട്ട് നിസ്കരിക്കുമല്ലോ. നിസ്കരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഞങ്ങളിങ്ങനെ ഫാത്തിഹ ഓതണം നിർബന്ധമുണ്ടോ? അത് വരുന്നുണ്ട്, ആ ചർച്ച വരുന്നുണ്ട് ആ കേട്ടോ. ആ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാമിന് പിന്നിലുള്ളവർ പിന്നെ ഓതുന്നതിനെ ദുർബലപ്പെടുത്തൽ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. 105-ാമത്തെ പേജാണ് ഇന്ത്യയിൽ കാണുന്നത്. അത് ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഭാഗത്ത് നമ്മൾ ആ ചർച്ച വരുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അത് വിശദീകരിച്ച് പറയാം. ഈ സ്ത്രീകൾ പുറകിലേക്ക് ഒരു ആമീൻ ഉറക്കെ പറഞ്ഞ തെറ്റുണ്ടോ? അത് എനിക്ക് നോക്കണം. ആമീൻ അങ്ങനെ പെണ്ണുങ്ങൾ ഉറക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ നോക്കി പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. ആമീനും വരുന്നുണ്ട്. ആമീൻ ചൊല്ലലും ഇമാം അത് ഉറക്കെ പറയലും. സ്ത്രീകളുടെ കാര്യം എങ്ങനെയാന്നുള്ളത് ഞാൻ നോക്കി പറയാം ഇൻഷാ അല്ലാഹ്. ശരി, ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അല്ലേ? നമ്മളിന്ന് ക്ലാസ്സിൽ 45 ആൾക്കാരാണ് പങ്കെടുത്തതെന്ന് തോന്നുന്നു. നിങ്ങൾ കയറാത്ത ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് കയറാൻ പറയാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ പുറത്തുവരുമാറാകട്ടെ. നമ്മൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലൈഹി